തൊട്ടടുത്തുള്ള കാട്ടിൽ വിറക് ശേഖരിക്കാൻ പോയ സ്ത്രീകളുടെ കരച്ചിൽ കേട്ട് ഷെരു കനാൽ കോളനിയിലെ പ്രദേശവാസികൾ ഓടിക്കൂടി. വന്നവരെല്ലാം ആ കാഴ്ച കണ്ട് ഞെട്ടി. ഒരു ചെറുപ്പക്കാരിയുടെ മൃതദേഹം വനത്തിനുള്ളിലെ ആ പാറക്കെട്ടുകൾക്കിടയിൽ കിടക്കുന്നു. മുഖം പൂർണ്ണമായും വികൃതമാക്കപ്പെട്ടിരിക്കുന്നു. അവളുടെ ശരീരത്തിൽ വസ്ത്രം ഭാഗികമായി മാത്രമേയുള്ളൂ. ആ ശരീരത്തിൽ സിഗരറ്റ് കുറ്റികൾ കൊണ്ട് പൊള്ളലേൽപ്പിച്ചതുപോലെ വട്ടത്തിലുള്ള പാടുകൾ കാണാം. കഴുത്തിൽ എന്തോ കൊണ്ട് ബലമായി കെട്ടിമുറുക്കിയതുപോലെ നിറവ്യത്യാസവുമുണ്ട്. കൂടി നിന്നവരിൽ ഒരാൾ പോലീസിനെ ഫോൺ ചെയ്തു. ഈ വാർത്ത പ്രദേശമാകെ പരന്നിരുന്നു. നിമിഷങ്ങൾക്കകം പോലീസ് സ്ഥലത്തെത്തി. പോലീസ് വണ്ടി അനുഗമിച്ച് ഒരു കൂട്ടം നാട്ടുകാരും അവിടെ എത്തിച്ചേർന്നിരുന്നു. നമസ്കാരം കൂട്ടുകാരെ, വിൻഡി നൈറ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മറ്റൊരു വിചിത്രമായ കേസാണ് പരിശോധിക്കാൻ പോകുന്നത്. പ്രണയത്തിലായിരിക്കുമ്പോൾ ആളുകൾ തങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊപ്പം ഒന്നാകാൻ എന്തും ചെയ്യും. പക്ഷേ ആ പ്രണയം ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചാൽ അതിനെ എന്ത് വിളിക്കണം? ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഒരു വിചിത്രമായ പ്രണയത്തിന്റെ കഥയാണ്. നമുക്ക് തുടങ്ങാം. ഈ കഥ 2011 ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ നഗരത്തിലെ കാമേശ്വരം എന്ന ഹൗസിംഗ് സൊസൈറ്റിയിൽ സംഭവിച്ചതാണ്. ഈ കഥയിലെ രണ്ട് പ്രധാന കഥാപാത്രങ്ങൾ ശിഖ ദുബെയും ദീപു യാദവും. UP, ഉത്തർപ്രദേശ് സമ്പന്നമായ സംസ്കാരത്തിനും പാരമ്പര്യത്തിനും പേരുകേട്ട ഒരു സംസ്ഥാനമാണ്. ഗോരഖ്പൂർ നഗരത്തിനും സ്വന്തമായ ഒരു ചരിത്രപരമായ പ്രാധാന്യമുണ്ട്. നമ്മുടെ കഥയിലെ പ്രധാന കഥാപാത്രമായ ശിഖ ദുബെയ്ക്ക് 2011 ആയപ്പോൾ 23 വയസ്സായിരുന്നു. ദീൻ ദയാൽ യൂണിവേഴ്സിറ്റിയിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കുകയായിരുന്നു ആ സുന്ദരിയായ പെൺകുട്ടി. മറ്റുള്ളവരോട് നല്ല പെരുമാറ്റം, നിഷ്കളങ്കത നിറഞ്ഞ ഒരു പാവം കുട്ടി. ഇതായിരുന്നു ശിഖ ദുബെയെക്കുറിച്ച് ആളുകൾക്ക് പറയാനുണ്ടായിരുന്നത്. ഈ കഥയിലെ അടുത്ത പ്രധാന കഥാപാത്രമാണ് ദീപു യാദവ്. അവനും ശിഖയുടെ യൂണിവേഴ്സിറ്റിയിൽ പഠനം നടത്തി വരികയായിരുന്നു. അവളുടെ വീടിനടുത്ത് തന്നെയായിരുന്നു അവന്റെ വീടും. ദീപു ആദ്യമായി ശിഖയെ കണ്ടപ്പോൾ തന്നെ അവളെ ഒത്തിരി ഇഷ്ടമായിരുന്നു. പിന്നീട് അവളോട് അടുക്കുന്നതിനു വേണ്ടി ദീപു പല അവസരങ്ങൾക്കായി കാത്തിരുന്നു. അങ്ങനെ യൂണിവേഴ്സിറ്റിയിൽ വെച്ച് അവർ പലവട്ടം കണ്ടുമുട്ടി, അടുത്ത് പരിചയപ്പെട്ടു. ആ ബന്ധം പ്രണയത്തിലേക്ക് വളർന്നു. പ്രണയത്തിലെയും വിവാഹത്തിലെയും പ്രധാന വിധികർത്താവായ ജാതി, മതം അതിവിടെയും വില്ലന്റെ രൂപത്തിൽ കടന്നുവന്നു. അതെ, ശിഖ ദുബെ ഹിന്ദു സമുദായത്തിൽപ്പെട്ട ഒരു ഉയർന്ന ജാതിയിൽപ്പെട്ട പെൺകുട്ടിയാണ്. പക്ഷേ ദീപു യാദവ് ആവട്ടെ ഹിന്ദു സമുദായത്തിലെ ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ട വ്യക്തിയാണ്. ഇന്ത്യയിൽ എല്ലായിടത്തുമുള്ളതുപോലെ തന്നെ UPയിലും ഈ ജാതി വ്യവസ്ഥയും വേർതിരിവും എല്ലാം പ്രകടമായി നിലകൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ പ്രണയം വീട്ടുകാരുടെ സമ്മതത്തോടെ വിവാഹത്തിലേക്ക് എത്തുമെന്ന് അവർക്ക് ഒരു ഉറപ്പുമില്ലായിരുന്നു. മറ്റൊരു ജാതിയിൽപ്പെട്ട ദീപുവിനെ വിവാഹം കഴിക്കാൻ ശിഖയുടെ മാതാപിതാക്കൾ ഒരിക്കലും സമ്മതിക്കില്ലായിരുന്നു. പക്ഷേ അവരുടെ പ്രണയം ദൃഢമായിരുന്നു. അതുകൊണ്ട് തന്നെ ജീവിക്കുകയാണെങ്കിലും മരിക്കുകയാണെങ്കിലും ഇനി ഒന്നിച്ചെന്ന് അവർ പരസ്പരം സത്യം ചെയ്തിരുന്നു. പക്ഷെ അവർക്ക് തങ്ങളുടെ കുടുംബങ്ങളെക്കുറിച്ച് ഭയമുണ്ടായിരുന്നു. കാരണം അവരുടെ പ്രണയം കുടുംബമോ സമൂഹമോ അംഗീകരിക്കില്ല എന്ന് അവർക്കറിയാമായിരുന്നു. ഇതിനാൽ അവർ രഹസ്യമായി കണ്ടുമുട്ടാൻ തുടങ്ങി. ഒടുവിൽ ശിഖ ദുബെയുടെ കുടുംബം അവരുടെ ബന്ധത്തെക്കുറിച്ച് അറിഞ്ഞു. അവർ ശിഖയെ ആ ബന്ധത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരുന്നു. ആ കുടുംബം ശിഖയുടെ മേൽ ഒത്തിരി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. അവളെ വീടിന് പുറത്തേക്കൊന്നും വിടാതെ ഒത്തിരി നാൾ വീടിനകത്ത് തന്നെ താമസിപ്പിച്ചു. അങ്ങനെ ദീപുവിനെ കാണാനുള്ള എല്ലാ വഴികളും അവർ ഇല്ലാതാക്കി. കുറെ നാളുകൾക്ക് ശേഷം മാത്രമാണ് യൂണിവേഴ്സിറ്റിയിൽ തന്നെ പറഞ്ഞയച്ചത്. അതും കടുത്ത നിയന്ത്രണങ്ങളോടുകൂടി തന്നെ. അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കുറച്ചു നാളുകൾ കടന്നുപോയി. ശിഖയുടെ വീട്ടുകാരും അവളുടെ ഭാഗത്തു നിന്ന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാത്തതുകൊണ്ട് ആ പ്രണയബന്ധം അവസാനിച്ചുവെന്ന് അവരും കരുതി. പക്ഷേ ആ പ്രണയബന്ധം അവരുടെ മനസ്സിൽ ആഴത്തിൽ വേരോടിയിരുന്നു. വീട്ടുകാർ അറിയാതെ അവർ വീണ്ടും രഹസ്യമായി കണ്ടുമുട്ടാൻ തുടങ്ങിയിരുന്നു. അവസാനം അവർ ഒരു വലിയ തീരുമാനമെടുത്തു. 2011 ഏപ്രിൽ 18 അവർ ഇരുവരും ഗോരഖ്പൂരിലെ ഒരു ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം കഴിച്ചു. രണ്ടുപേരും ഹിന്ദുമതത്തിൽപ്പെട്ടവരായതിനാൽ ക്ഷേത്രത്തിൽ വെച്ച് നടന്ന വിവാഹത്തിന്
ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം നിയമസാധുത ലഭിക്കുമായിരുന്നു. വിവാഹത്തിന് ശേഷം അവർ ഒന്നും സംഭവിക്കാത്തതുപോലെ തന്നെ അവരവരുടെ വീടുകളിലേക്ക് തന്നെ മടങ്ങി സാധാരണ ജീവിതം നയിച്ചു. അങ്ങനെ 2 മാസങ്ങൾക്ക് ശേഷം, അതായത് 2011 ജൂൺ 10 യൂണിവേഴ്സിറ്റിയിൽ ഒരു അസൈൻമെന്റ് ഹാജരാക്കാനുണ്ടെന്നും പറഞ്ഞ് ശിഖ വീട്ടിൽ നിന്നും ഇറങ്ങി. അതിനുശേഷം ശിഖ ആ വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ടില്ല. ജൂൺ 10 രാവിലെ വീട്ടിൽ നിന്ന് യാത്ര പറഞ്ഞ് പുറപ്പെട്ട ശിഖ സന്ധ്യയായിട്ടും തിരിച്ചെത്താതായപ്പോൾ വീട്ടുകാർ ആകെ പരിഭ്രാന്തരായി. അവർ ബന്ധുക്കളെയും ശിഖയുടെ സുഹൃത്തുക്കളെയും എല്ലാം മാറി മാറി ശിഖയെക്കുറിച്ച് തിരക്കാൻ തുടങ്ങി. അവർ യൂണിവേഴ്സിറ്റിയിലും ശിഖ പോവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലുമെല്ലാം നേരിട്ട് പോയി അന്വേഷിച്ചു. പക്ഷേ ശിഖയെക്കുറിച്ച് ഒരു വിവരവും കിട്ടിയില്ല. സമയമേറെ വൈകിയതിനാൽ അച്ഛൻ രാംപ്രകാശ് ദുബെ തന്റെ മകൾക്ക് എന്തു സംഭവിച്ചു എന്നറിയാതെ വിഷമിച്ചുകൊണ്ട് ഗോരഖ്പൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു മിസ്സിംഗ് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തു. മകളെ കണ്ടെത്താൻ സഹായം അഭ്യർത്ഥിച്ചു. പോലീസ് രാംപ്രകാശിനോട് ചോദിച്ചു, നിങ്ങൾക്കാരെങ്കിലും സംശയമുണ്ടോ എന്ന്. രാംപ്രകാശ് മറുപടി പറഞ്ഞു, ഞങ്ങളുടെ വീടിനടുത്തുള്ള ദീപു യാദവ് എന്ന യുവാവിനെ എനിക്ക് സംശയമുണ്ട്. കാരണം അവൻ എൻ്റെ മകളുടെ പുറകെ കുറേ നാൾ നടന്നിട്ടുണ്ട്. അവൻ എൻ്റെ മകളെ എന്തെങ്കിലും ചെയ്തിരിക്കുമോ എന്നെനിക്ക് പേടിയാണ്. ഇത് കേട്ടതും പോലീസ് ഉടൻ തന്നെ അന്വേഷണം ആരംഭിച്ചു. അവർ നേരെ പോയത് ദീപു യാദവിന്റെ വീട്ടിലേക്കായിരുന്നു. അവർക്ക് അവിടെ നിന്നും ഒരു കാര്യം മനസ്സിലായി. ദീപുവും ജൂൺ 10 മുതൽ മിസ്സിംഗ് ആണ്. അവനെയും മറ്റാരും അന്ന് വേറെ ഒരിടത്തും വെച്ച് കണ്ടിട്ടുമില്ല. ദീപുവിന്റെയും ശിഖയുടെയും മിസ്സിംഗ് തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് പോലീസ് ഉറപ്പിച്ചു. അവർ ഇരുവരെയും കണ്ടെത്തുന്നതിനായി തിരച്ചിൽ ഊർജിതമാക്കി. നിർഭാഗ്യവശാൽ പോലീസിന് ഒരു വിവരവും ലഭിച്ചില്ല. അങ്ങനെയിരിക്കുമ്പോഴാണ് മറ്റൊരു പോലീസ് ടീം കുറച്ചകലെയുള്ള ഷെരൂ കനാൽ കോളനിക്ക് സമീപമുള്ള ഒരു വനത്തിൽ ഒരു പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. ആ മൃതദേഹത്തിന്റെ മുഖം വളരെ ഹീനമായി വികൃതമാക്കപ്പെട്ടിരുന്നു. എന്തോ വലിയ ഭാരമുള്ള വസ്തു കൊണ്ട് മുഖത്തടിച്ച് അത് തിരിച്ചറിയാൻ പറ്റാത്ത വിധം തകർത്തിരുന്നു. ശരീരത്തിന്റെ അവസ്ഥയിൽ നിന്ന് ആ പെൺകുട്ടിയെ കഠിനമായി പീഡിപ്പിച്ചിട്ടുണ്ട് എന്നും ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതാണെന്നും തെളിഞ്ഞു. പോലീസ് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. പിന്നീട് ശിഖയുടെ അച്ഛനായ രാംപ്രകാശിനെ വിളിച്ച് മൃതദേഹം തിരിച്ചറിയാൻ ആവശ്യപ്പെട്ടു. ആ വാർത്ത കേട്ട് ശിഖയുടെ കുടുംബം ആകെ വിഷമത്തിലാഴ്ന്നിരുന്നു. ആ മൃതദേഹം എൻ്റെ മകളുടെ ആയിരിക്കല്ലേ എന്നായിരുന്നു ആ പാവം അച്ഛന്റെ പ്രാർത്ഥന. പോലീസിന്റെ നിർദ്ദേശപ്രകാരം ആ കുടുംബം മോർച്ചറിയിലെത്തി മൃതദേഹം പരിശോധിച്ചു. മുഖം തിരിച്ചറിയാൻ കഴിയാതിരുന്നെങ്കിലും മൃതദേഹത്തിലുണ്ടായിരുന്ന വസ്ത്രങ്ങൾ, ചെരുപ്പുകൾ, കഴുത്തിലെ കറുത്ത നൂല്, ഉയരം, നിറം എന്നിവ കണ്ട രാംപ്രകാശ് തിരിച്ചറിഞ്ഞു ഇത് തന്റെ മകൾ ശിഖ ദുബെയാണെന്ന്. മൃതദേഹത്തിൽ ശിഖ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. കൂടാതെ അവളുടെ ചെരുപ്പും ആ കറുത്ത നൂലും മൃതദേഹത്തിലുണ്ടായിരുന്നു. ശിഖയുടെ മരണം സ്ഥിരീകരിച്ചതിന് ശേഷം ആ മൃതദേഹം കുടുംബത്തിന് കൈമാറി. ശിഖയെ ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയിരിക്കുന്നതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായി. അവളുടെ മുഖത്ത് ഒരു കനത്ത വസ്തു ഉപയോഗിച്ച് ആവർത്തിച്ചടിച്ചിരുന്നു. മരണത്തിനു മുമ്പ് ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടിരുന്നു. സിഗരറ്റ് കൊണ്ട് ശരീരത്തിന്റെ പല ഭാഗങ്ങളും പൊള്ളിച്ചിരിക്കുന്നു. പോസ്റ്റ്മോർട്ടത്തിലെ വിവരങ്ങളും കൊലപാതകത്തിന്റെ ക്രൂര രീതികളും കേട്ട് പൊതുജനം രോഷാകുലരായി. പത്രമാധ്യമങ്ങൾ ഈ കേസ് ഏറ്റെടുത്ത് ദിവസങ്ങളോളം ചർച്ച ചെയ്തു. കൊലപാതകിക്കുള്ള തിരച്ചിൽ പോലീസ് ഊർജിതമാക്കി. പോലീസ് ദീപു യാദവിന് വേണ്ടിയുള്ള തിരച്ചിൽ തുടർന്നുകൊണ്ടിരുന്നു. ദീപുവിന്റെ 50-ലധികം സുഹൃത്തുക്കളെ ചോദ്യം ചെയ്തു. എന്നാൽ ആരും അവനെ കണ്ടിരുന്നില്ല. ഒടുവിൽ പോലീസിന് ദീപുവിന്റെ ഒരു സുഹൃത്തിൽ നിന്നും ഒരു നിർണായക വിവരം ലഭിച്ചു. ദീപു ആ സുഹൃത്തുമായി ഒരു വട്ടം ഫോണിൽ ബന്ധപ്പെട്ടിരുന്നുവെന്നും ദീപു സോൺഭദ്ര ജില്ലയിലാണാവാൻ സാധ്യതയെന്നും അവർക്ക് വിവരം ലഭിക്കുന്നു. സോൺഭദ്ര ഗോരഖ്പൂരിൽ നിന്ന് 157 മൈൽ അകലെയാണ്. പോലീസ് അവിടെ എത്തി സംശയകരമായ ഒരു വീട് കണ്ടെത്തുന്നു. അവർ ഏറെ നേരം ആ വീട് നിരീക്ഷിക്കുന്നു. ആ വീട്ടിൽ നിന്ന് ആരും പുറത്തേക്കോ അകത്തേക്കോ വരുന്നതായി പോലീസിന് കാണാൻ സാധിച്ചില്ല. അവസാനം പോലീസ് ആ വീടിന്റെ മുൻപിലെത്തി കോളിംഗ് ബെൽ അമർത്തുന്നു. ആ വീടിന്റെ വാതിൽ അകത്തു നിന്നും പൂട്ടിയ നിലയിലായിരുന്നു.
പലതവണ വിളിച്ചിട്ടും അകത്തുനിന്നും ഒരു മറുപടിയും കാണാത്തതിനെ തുടർന്ന് അവർ ആ വാതിൽ ചവിട്ടി തുറക്കാൻ തയ്യാറെടുക്കുമ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അവിടെ ഒരു കാര്യം സംഭവിച്ചു. ആ വാതിൽ അവർക്ക് മുന്നിൽ തുറക്കപ്പെട്ടു. അക്ഷരാർത്ഥത്തിൽ പോലീസ് അവർക്ക് മുന്നിലുള്ള ആ വ്യക്തിയെ കണ്ട് ഒരു നിമിഷം അന്താളിച്ചു നിന്നുപോയി. പ്രതീക്ഷിച്ചതിലും വിപരീതമായി ഒരു പെൺകുട്ടിയായിരുന്നു വാതിൽ തുറന്നത്. അത് മരിച്ചുപോയ ശിഖ ദുബൈ തന്നെയായിരുന്നു. അതായത് ശിഖ ജീവിച്ചിരിക്കുന്നു. അവളുടെ മൃതദേഹമായി കണ്ടെത്തിയതും സംസ്കരിച്ചതും വേറെ ആരുടെയോ ശരീരമായിരുന്നു. ആ വീട്ടിൽ നിന്ന് ശിഖയെ കൂടാതെ ദീപുവിനെയും പോലീസ് കണ്ടെത്തുന്നു. പ്രതിയെന്ന് സംശയിച്ചിരുന്ന ദീപുവിനെയും പോലീസ് കണ്ടെത്തിയതോടെ എന്താണ് സംഭവിച്ചതെന്നറിയാൻ ദീപുവിനെയും ശിഖയെയും ഉടൻ തന്നെ കസ്റ്റഡിയിലെടുക്കുന്നു. എന്താണ് സത്യം? പോലീസിന്റെ ശക്തമായ ചോദ്യം ചെയ്യലിന് ശേഷം ശിഖ സത്യം പറഞ്ഞു. ദീപുവിനെ വിവാഹം കഴിച്ചതിന് ശേഷം കുടുംബം അംഗീകരിക്കുമെന്ന് അവൾക്ക് തോന്നിയില്ല. അതിനാൽ അവർ ഒരു വിചിത്രമായ പ്ലാൻ തയ്യാറാക്കി. എങ്ങോട്ടെങ്കിലും ഒളിച്ചോടിയാൽ തീർച്ചയായും കുടുംബക്കാരും അന്വേഷിച്ചു വരും. അവർ ഏതു വിധേനയും ഞങ്ങളെ കണ്ടെത്തും. ചിലപ്പോൾ അത് ഞങ്ങളിൽ ആരുടെയെങ്കിലും ജീവൻ തന്നെ ഇല്ലാതാക്കിയേക്കാം. ദീപു ഈ പ്രശ്നങ്ങളെല്ലാം തന്റെ സുഹൃത്തായ സുഗ്രീവനോട് പറഞ്ഞിരുന്നു. ഒരു ട്രക്ക് ഡ്രൈവറാണ് അയാൾ. സുഗ്രീവന്റെ മനസ്സിൽ ഒരു പദ്ധതി തെളിഞ്ഞു. അവൻ പറഞ്ഞു, ശിഖ മരിച്ചു എന്നറിഞ്ഞാൽ പിന്നെ ആരും നിങ്ങളുടെ പുറകെ വരാൻ പോകുന്നില്ല. നിങ്ങളുടെ ജാതി, പിന്നെ വിവാഹവും. അതാണ് പ്രശ്നം. നിങ്ങൾ ജീവിച്ചോ മരിച്ചോ എന്നുള്ളതല്ല അവർക്ക് പ്രശ്നം. അതുകൊണ്ട് നിങ്ങളിൽ ഒരാൾ മരിക്കണം, അല്ലെങ്കിൽ മരിച്ച പോലെ വരുത്തി തീർക്കണം. ശിഖയുടേതുപോലുള്ള ഒരു ഡെഡ് ബോഡി സംഘടിപ്പിക്കണം. നിങ്ങൾക്കൊരുമിച്ച് ജീവിക്കണമെങ്കിൽ അതിനായി ഒരാളെ കൊല്ലേണ്ടി വന്നാൽ അത് തന്നെ ചെയ്യണം. ശിഖയോട് സാമ്യമുള്ള ഒരു പെൺകുട്ടിയെ കൊന്നാൽ എല്ലാവരും ശിഖ മരിച്ചുവെന്ന് വിശ്വസിക്കും. നിങ്ങൾക്ക് മറ്റൊരു നഗരത്തിൽ ജീവിക്കാം. ശിഖയ്ക്കും ദീപുവിനും ഈ ആശയം ഇഷ്ടപ്പെട്ടു. സുഗ്രീവൻ ശിഖയോട് സാമ്യമുള്ള ഒരു പെൺകുട്ടിയെ കണ്ടെത്തുന്നു. 25 വയസ്സുള്ള ഒരു വിധവയായ പാവം സ്ത്രീയായിരുന്നു അത്. അവൾക്ക് ഒരു 3 വയസ്സുള്ള മകളുണ്ടായിരുന്നു. പേര് പൂജാകുമാരി. ജോലി തേടി നടന്ന പൂജാകുമാരിയെ സുഗ്രീവൻ തഞ്ചത്തിന് പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു. ഒരു ജോലി തരപ്പെടുത്തി തരാമെന്നും ശമ്പളം ചിലപ്പോൾ മുൻകൂറായി ലഭിക്കാൻ വരെ സാധ്യതയുണ്ടെന്നും പറഞ്ഞ് പൂജാകുമാരിയെ വിശ്വസിപ്പിക്കുന്നു. അതിനായി താൻ പറയുന്ന ദിവസം പറയുന്ന സ്ഥലത്തേക്ക് ജോലിക്കായി വന്നാൽ മതിയെന്നും അതുപ്രകാരം സുഗ്രീവൻ അവളെ വണ്ടിയിൽ കയറ്റിക്കൊണ്ടുവരുന്നു. കൂടാതെ ആ വണ്ടിയിൽ തന്നെ ദീപു യാദവും പിന്നെ ശിഖയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പൂജയ്ക്ക് കൂടുതൽ സംശയമൊന്നും തോന്നിയതുമില്ല. സുഗ്രീവൻ പറഞ്ഞു, ഇവരും അങ്ങോട്ടേക്ക് ജോലിക്ക് പോകുന്നവരാണെന്ന്. ഇത് കേട്ട് വിശ്വസിച്ച പൂജാകുമാരി സമാധാനത്തോടെ വണ്ടിയിൽ ഇരിക്കുമ്പോഴാണ് ആളൊഴിഞ്ഞൊരു സ്ഥലത്ത് വെച്ച് ദീപുവും സുഗ്രീവനും പൂജാകുമാരിയുടെ കഴുത്തിൽ ഒരു ഷാളിട്ട് മുറുക്കി അവളെ കൊലപ്പെടുത്തുന്നത്. എന്നിട്ട് ഒരു കാട്ടിൽ കൊണ്ടുപോയി പൂജയുടെ വസ്ത്രങ്ങൾ മാറ്റിയതിനു ശേഷം ശിഖയുടെ വസ്ത്രങ്ങൾ അവളെ ധരിപ്പിക്കുന്നു. എന്നിട്ട് കഴുത്തിലെ കറുത്ത നൂലും അതുപോലെ തന്നെ കെട്ടുന്നു. ശിഖയുടെ ചെരുപ്പും പൂജയെ ധരിപ്പിക്കുന്നു. വലിയൊരു സ്പാനർ കൊണ്ട് സുഗ്രീവൻ അവളുടെ മുഖത്ത് ശക്തമായി അടിക്കുന്നു. ദീപുവും ആ മുഖത്തെ അടിച്ച് വികൃതമാക്കുന്നു. ഉടൻ തന്നെ ദീപുവും ശിഖയും സോൺഭദ്രയിലേക്ക് യാത്ര തിരിക്കുന്നു. പിന്നീട് സുഗ്രീവൻ സഹായത്തിനായി ബാലാം എന്ന സുഹൃത്തിനെ കൂടി വിളിച്ചു വരുത്തുന്നു. അവർ അവിടെ വെച്ച് പൂജയുടെ ശരീരത്തെ കുറച്ചുകൂടി വികൃതമാക്കുന്നു. അവൻ കയ്യിലിരുന്ന സിഗരറ്റ് കൊണ്ട് പൂജയെ പലയിടത്തായി അവർ അവിടെ വെച്ച് പൊള്ളലേൽപ്പിക്കുന്നു. ആ ക്രൂരന്മാർ അവർക്ക് വേണ്ടതെല്ലാം ആ ശരീരത്തിൽ ചെയ്യുന്നു. അവസാനം അവർ ആ മൃതദേഹം തൊട്ടടുത്തുള്ള കനാലിൽ ഉപേക്ഷിക്കുന്നു. അങ്ങനെ പോലീസ് ശിഖയെയും ദീപുവിനെയും കൂടാതെ മറ്റു പ്രധാന പ്രതികളായ സുഗ്രീവനെയും ബലാമിനെയും അറസ്റ്റ് ചെയ്യുന്നു. ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞ ശിഖയുടെ മാതാപിതാക്കൾ തങ്ങൾക്കിങ്ങനെയൊരു മകളില്ല എന്നാണ് സ്റ്റേഷനിൽ വെച്ച് പറഞ്ഞത്. കാരണം ഇത്രയും ക്രൂരമായി ചിന്തിച്ച് ഒരു ക്രൂരമായ കൊലപാതകം ചെയ്ത ഒരു മകളെ ഞങ്ങൾക്കിനി വേണ്ട എന്നാണ് അവർ പറഞ്ഞത്. കോടതിയിൽ വെച്ച് വിചാരണ വേളയിൽ പ്രതികളെല്ലാം കുറ്റം വിസമ്മതിച്ചു. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഈ കേസിന്റെ അവസാന വിധി ഇപ്പോഴും വന്നിട്ടില്ല. എന്നാൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ശിഖയ്ക്കും ദീപുവിനും ജാമ്യം ലഭിച്ചു. എന്തിനു വേണ്ടിയായിരുന്നു ഇവർ കൊല ചെയ്തത്? ഇവരുടെ പ്രണയത്തിനു വേണ്ടിയോ? എന്നാൽ അവരുടെ പ്രണയം വിജയിച്ചോ? നിലനിന്നു?
ഇല്ല, ഒരിക്കലുമില്ല. വർഷങ്ങൾക്ക് ശേഷം അവർ ജാമ്യത്തിൽ പുറത്തിറങ്ങി. എന്നിട്ടവർ രണ്ടുപേരും വേറെ വിവാഹം ചെയ്തു. ശിഖ വേറൊരാളെയും ദീപു വേറൊരു പെണ്ണിനെയും വിവാഹം ചെയ്തു. പ്രണയത്തിന് കണ്ണും മൂക്കുമില്ല എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ പ്രണയത്തിന് മനസാക്ഷി കൂടിയില്ല എന്ന് പറയേണ്ടി വരും. കാരണം അവരുടെ പ്രണയ സാക്ഷാത്കാരത്തിനായി പാവം ഒരു സ്ത്രീയെ, ഒരു വിധവയെ, ഒരു 3 വയസ്സുള്ള കുട്ടിയുടെ മാതാവിനെ നിഷ്കരണം കൊലപ്പെടുത്തിയിരിക്കുന്നു. ഒരു 3 വയസ്സുകാരിയെ അനാഥമാക്കിയിരിക്കുന്നു. ഇവിടെ ഈ 3 വയസ്സുകാരിക്ക് നീതി ലഭിക്കുമോ? യഥാർത്ഥത്തിൽ ഇത് ആരുടെ പരാജയമാണ്? ആ 3 വയസ്സുകാരിയുടെ ഈ അവസ്ഥയ്ക്ക് കാരണമായത് ആരെല്ലാമാണ്? ദീപുവും ശിഖയും സുഗ്രീവനും, പിന്നെ ഈ ജാതിമത വെറികളും. എത്ര കുറ്റം ചെയ്താലും എങ്ങനെയെങ്കിലും പുറത്തു വരാൻ വിധം തയ്യാറാക്കി വെച്ചിരിക്കുന്ന നീതിന്യായ വ്യവസ്ഥകളും എല്ലാം കാരണക്കാരല്ലേ? നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും നന്ദി. മറ്റൊരു കഥയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.